നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന SMS-കളും മിസ്ഡ് കോളുകളും ഔട്ട് ഗോയിങ് കോളുകളും എല്ലാം നമ്മുടെ ജിമെയിലിലേക്ക് ബാക്കപ്പ് ചെയ്യാൻ സഹായകരമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് SMS ബാക്കപ്പ്. എങ്ങനെ നമുക്ക് നമ്മുടെ SMS-കളെ ജിമെയിലിലേക്ക് ബാക്കപ്പ് ചെയ്യാമെന്ന് നോക്കാം. മൈ നെയിം ഈസ് ഇബാദ് റഹ്മാൻ. വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. facebook.com/ibadrahmanTech. നമ്മുടെ ഇന്നത്തെ വിഷയം, നമ്മുടെ SMS-കളും മിസ്ഡ് കോളുകളും എല്ലാം നമുക്ക് ജിമെയിലിലേക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ദിനം പ്രതി ഒരുപാട് SMS-കൾ നമുക്ക് വരാറുണ്ട്. നമ്മൾ ഈ SMS ഒന്നും മൈൻഡ് ചെയ്യാറില്ല. ചിലപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ SMS സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ SMS ഒട്ടും കാണാറുമില്ല. നമ്മുടെ ജിമെയിലിലേക്ക് ബാക്കപ്പ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും SMS നമുക്ക് നോക്കാവുന്നതാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. SMS-കളും മിസ്ഡ് കോളുകളും എല്ലാം ജിമെയിലിലേക്ക് ബാക്കപ്പ് ചെയ്യാൻ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ആ ആപ്ലിക്കേഷന്റെ പേരാണ് SMS ബാക്കപ്പ്. ഇത് ആൻഡ്രോയിഡ് ഫോണിൽ മാത്രമാണ് പറ്റുകയുള്ളൂ. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇന്റർഫേസ് വരുന്നതാണ്. ഇനി നമുക്കിതിന്റെ സെറ്റിംഗ്സ് ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ കണക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ SMS ബാക്കപ്പ് ആപ്ലിക്കേഷനെ നമുക്കൊരു ജിമെയിലുമായിട്ട് സിങ്ക് ചെയ്യണം. ഓൾറെഡി നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകളിലെല്ലാം ഒരു ജിമെയിൽ അക്കൗണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് ആ ജിമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ജിമെയിൽ അക്കൗണ്ടും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഓൾറെഡി mustecktv@gmail.com എന്നാണ് എൻ്റെ ആൻഡ്രോയിഡ് ഫോണിലുള്ള ജിമെയിൽ അക്കൗണ്ട്. ഞാൻ അത് സെലക്ട് ചെയ്യാണ്. രണ്ടാമത് വന്നു കഴിഞ്ഞാൽ ഓട്ടോ ബാക്കപ്പ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ SMS-കളും മിസ്ഡ് കോളുകളും എല്ലാം നമ്മുടെ ജിമെയിലിലേക്ക് ബാക്കപ്പ് ചെയ്യാണ്. ഞാൻ അതും കണക്ട് ചെയ്യാണ്. ദെൻ അതിനുശേഷം ഓട്ടോ ബാക്കപ്പ് സെറ്റിംഗ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ റെഗുലർ ഷെഡ്യൂൾഡിലാണോ ഇത് ബാക്കപ്പ് ചെയ്യണമെന്ന് ചോദിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈം സെലക്ട് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ 30 മിനിറ്റ്സ് 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ബാക്കപ്പ് ചെയ്യാം. അല്ലെങ്കിൽ 24 അവേഴ്സിൽ ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ദെൻ അടുത്തത് ഇൻകമിംഗ് ഷെഡ്യൂൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലും നമുക്ക് ടൈം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ റിക്വയർ വൈഫൈ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈയിൽ കണക്ട് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നമ്മുടെ SMS-കളുടെയും മിസ് കോളുകളുടെയും ബാക്കപ്പുകൾ നമ്മുടെ ജിമെയിലിലേക്ക് എടുക്കുക. ദെൻ അതിനുശേഷം അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ തന്നെ ബാക്കപ്പ് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കുക, ബാക്കപ്പ് SMS, ബാക്കപ്പ് MMS, ബാക്കപ്പ് കോൾ ലോഗ്. ഇതിലേതെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഇനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദെൻ അതിനുശേഷം കോൾ ലോഗ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. കോൾ ലോഗിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ ലോഗിൻ്റെ പേര് കൊടുക്കാം. ഈ പേരിൻ്റെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഒരുപക്ഷെ ജിമെയിൽ സെലക്ട് ചെയ്യുമ്പോൾ ഇത് ലഭിക്കുക. ദെൻ അതിനുശേഷം റീസ്റ്റോർ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒരു പക്ഷേ നമ്മൾ ഓൾറെഡി നമ്മുടെ ജിമെയിലിലേക്ക് ബാക്കപ്പ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേറൊരു ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ജിമെയിൽ അക്കൗണ്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ SMS-കൾ ഇങ്ങോട്ട് റീസ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇതിൻ്റെ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം SMS-കൾ ഒരുപക്ഷെ നമുക്ക് വേണ്ടപ്പോൾ നമ്മൾ റീഡ് ചെയ്യാതെ മാറ്റി വെക്കും. അത് ചില സമയങ്ങളിൽ ആവശ്യമായ സമയങ്ങളിൽ അത് നോക്കിയാൽ കാണാറുമില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ SMS-കളും മിസ്ഡ് കോളുകളും എല്ലാം നമ്മുടെ ജിമെയിലിലേക്ക് നമുക്ക് ബാക്കപ്പ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ mustecktv@gmail.com എന്ന ഇമെയിൽ അക്കൗണ്ട് വഴി ഈ ആപ്ലിക്കേഷനെ സിങ്ക് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ജിമെയിൽ വന്നു കഴിഞ്ഞാൽ ഈ SMS-കളും മിസ്ഡ് കോളുകളും വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. അതിനായി ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നുകൊണ്ട് തന്നെ mustecktv@gmail.com എന്ന് ലോഗിൻ ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി എൻ്റെ SMS ബാക്കപ്പ് എന്ന ആപ്ലിക്കേഷനിൽ mustecktv@gmail.com എന്ന ഇമെയിൽ അക്കൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് എൻ്റെ ജിമെയിൽ അക്കൗണ്ട്. ഇനി ഞാൻ ഇവിടെ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ SMS എന്ന് സെർച്ച് ചെയ്യാണ്. നോക്കാം, SMS എന്ന് സെർച്ച് ചെയ്യുന്നു. കണ്ടോ, എൻ്റെ മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്ന SMS-കളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ പേര് വെച്ച്, അല്ലെങ്കിൽ നമുക്കൊരു ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് SMS വന്നിരിക്കുന്നതെങ്കിൽ ആ ബാങ്കിൻ്റെ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ SMS-കൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഞാൻ ഉദാഹരണത്തിന് ഫെഡറൽ ബാങ്ക് എന്ന് സെർച്ച് ചെയ്യണം. ഫെഡറൽ ബാങ്ക് SMS എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ SMS-കളുടെ ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ഈ ഫോണിൽ വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഇതിലേക്ക് വരുന്നതെന്ന് അർത്ഥം. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ പേര് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി
ഇനി നമുക്ക് മിസ്ഡ് കോളിൻ്റെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ മിസ്ഡ് കോൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെയാണ് നമുക്ക് മിസ്ഡ് കോൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളവരുടെ ഡീറ്റെയിൽസ് മുഴുവൻ ലഭിക്കുന്നതാണ്. ചില ആളുകൾ SMS ഡിലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ റിക്കവർ ചെയ്യാം, വളരെ പ്രധാനപ്പെട്ട ഒരു SMS ആയിരുന്നു, അത് ലഭിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ ജിമെയിൽ അക്കൗണ്ടുമായി ഇതിനെ ഒന്ന് സിങ്ക് ചെയ്ത് വെക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് എവരിഡേ നമുക്ക് ലഭിക്കുന്നതാണ്. ടെക്നോളജി നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സഹായകരമാകുന്നു എന്ന രൂപത്തിലുള്ള വീഡിയോകളാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.